ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പുറത്തു പോവാണ്. ഇന്ന് ഔട്ടിംഗ് ഡേ ആയതുകൊണ്ട് നമ്മളെല്ലാവരും പുറത്താന്നായിരുന്നു. എൻ്റെ അക്കൗണ്ടിലാണേ പൈസ. മങ്കീസ് നിനക്ക് പൈസ എടുക്കണ്ടേ? 1.5 മണിക്കൂർ വേണ്ടി വരുമല്ലേ? അങ്ങനത്തെ കുറെ നേരം എടുക്കൂലോ. ഇവിടെ എല്ലാം മങ്കീസ് ആട്ടാ. അതൊന്നുമില്ലല്ലോ എവിടെയാടാ? ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഔട്ടിങ് വരുന്നത്. ഒരു സൺഡേ ബോയ്സിനാണെങ്കിൽ നെക്സ്റ്റ് സൺഡേ ഞങ്ങൾക്ക് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരാറ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഔട്ടിങ് കിട്ടിയപ്പോൾ ഞങ്ങൾ കരുതി പുറത്ത് പോയി ഹൈദരാബാദൊക്കെ കറങ്ങാമെന്ന്. അപ്പോൾ അവിടെ GSM മോളിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. എനിക്കും ഇപ്പം നമ്മൾ കോളേജിൻ്റെ മെയിൻ ഗേറ്റ് ഫ്രണ്ടിലാണ്. അതാണ് സെക്യൂരിറ്റി ഓഫീസർ. അവിടെ നമ്മുടെ ഔട്ട് പാസ് കൊണ്ട് കൊടുത്തു. അവിടെ സൈൻ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അവരവിടെ ബസ്സകത്ത് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്ന ഉടനെ ബസ് കിട്ടി. ഞങ്ങളെല്ലാവരും അതിൽ കയറി സംഗറെഡ്ഡി ഓൾഡ് ബസ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓൾഡ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി വേണം പട്ടാഞ്ചേരിയിലെത്താൻ. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. കണ്ടോ, നല്ല തിക്കും തിരക്കുമാണ്. കണ്ടോ, നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണുന്നുണ്ടോ? വയൽ. അങ്ങനെ ഫൈനലി സീറ്റ് കിട്ടി. അങ്ങനെ ഇപ്പോൾ ഇറങ്ങാറായി. അപ്പോഴത്തേക്ക് സീറ്റ് കിട്ടി. എന്നാലും കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പട്ടാഞ്ചേരി ബസ് കിട്ടി ഗൈസ്. അപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ കയറി. പട്ടാഞ്ചേരി ബസ്സിലാണ്. ഇനി നമ്മൾ പട്ടാഞ്ചേരിയിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി വേണം ചന്ദനഗർ പോകാൻ. അവിടെയാണ് GSM. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ കരുതുന്നുണ്ട്. പക്ഷേ പറ്റാറില്ല. കാരണം ഇത്ര നാൾ ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഇപ്പോഴാണ് ക്ലാസ് തുടങ്ങിയത്. നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കിന് സൺഡേ ഒന്നും ഇതില്ല, ഔട്ടിംഗ് ഡേ ഇല്ല. എപ്പോഴാണ് അത് ഈ അവസരം കിട്ടിയത്? ഞങ്ങൾക്ക് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ ഔട്ടിംഗ് ടൈം. അതിന് മുമ്പേ പോയിട്ട് വരണം, അല്ലെങ്കിൽ വാടൻ സീനാണ്. നമ്മൾ പട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് പട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡ്. പട്ടാഞ്ചേരി എത്തിയ ഉടനെ അവിടെ ഇലക്ട്രിക് ബസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതിൽ കയറി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഗൈസ് അതിനകത്തിരിക്കാൻ. ഫുൾ AC, നല്ലൊരു ഫീൽ. ഇത് സെക്കന്ദരാബാദ് ബസ്സാണ്. ഒരു ½ ആൻ അവറിനുള്ളിൽ നമുക്ക് ചന്ദനഗറിൽ എത്താൻ പറ്റും. അവിടാണ് GSM മാൾ. അപ്പോൾ ഗൈസ് എല്ലാവരും കണ്ടോ, പുറകിൽ ഇരിപ്പുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ നാളുകൂടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളുകൂടി ഇപ്പോഴാണൊന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ബസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊക്കോണ്ട് ഗൈസ് ഞങ്ങൾ പട്ടാഞ്ചേരി ഒന്ന് അടുത്ത ബസ്സിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് ചന്ദനഗർ വേണം പോകാൻ. എന്നിട്ട് അവിടെയാണ് GSM മോള്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് GSM മോളിൽ പോകുന്നത്. അപ്പം ഈ പ്ലേസ് ഒന്നും വലിയ ഫെമിലിയർ അല്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ ഒരു തെലുങ്ക് ഫ്രണ്ട് എന്ന ഐഡിയയിലാണ് ഏത് ബസ്സിൽ കയറണം, എങ്ങനെ പോകണം, അതൊക്കെ വെച്ചിട്ട് ഒരു ഇതിനങ്ങ് പോവുകയാണ്. അപ്പോൾ ഫൈനലി GSM മോളിൽ എത്തി ഗൈസ്. കണ്ടക്ടറും ഡ്രൈവറും ഞങ്ങൾക്ക് പ്ലേസ് ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ശരിക്കും ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഡ്രോപ്പ് ചെയ്തു. ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് നിർത്തി തന്നു.
ഇപ്പോൾ ഞങ്ങൾ GSM മോളിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞങ്ങളെല്ലാവരും അകത്തോട്ട് കയറാൻ പോകണം. ബാ. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് എൻട്രൻസിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് പോവാണ്. ഞാനും അറിഞ്ഞുമേ പോകുന്നത്, ബാക്കിയുള്ളവരെല്ലാം പോയി. സാധാരണ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴാണ് ഇതുപോലത്തെ കട കാണാറ്. പിന്നെ മാളായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിനൊക്കെ തീ പിടിച്ച വിലയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിതൊക്കെ കണ്ട് വിലയൊക്കെ നോക്കി അതുപോലെ തന്നെ പോയി. എങ്ങോട്ട് പോകണമെന്നറിയാതെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഞങ്ങൾ ആ മിറർ കണ്ടത്. എങ്കിൽ പിന്നെ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ. എന്തായാലും ഇതിനകത്ത് കയറി. അപ്പോൾ പിന്നെ ഇവിടുത്തെ സെയിൽസ് ഗേൾസിനെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇതൊക്കെ ഒന്ന് കറങ്ങി കണ്ടേക്കാം. എല്ലാത്തിനും തീ വില ആയതുകൊണ്ട് വാങ്ങാനൊന്നും പോകുന്നില്ല. എന്നാലും ചുമ്മാ എല്ലാം നോക്കാം.
자신이 미워서 한참을 울었어. 그래야 기분이 나아질 것 같아서 내일이 오면 나는 또다시 어제 입었던 옷을 입고서 have to fake myself. എടി അതല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ബാറല്ല, പുഷ് ബാർ ടു ഓപ്പൺ. എന്റെ പൊന്നോ, എന്റെ പൊന്നോ ബെസ്റ്റ്. ഏതാണ് ഇറ്റാലിയൻ? ആ, മാംഗോ ഇറ്റാലിയൻ ഫീസ്റ്റ. ഫുള്ള് നട്ട്സാ എല്ലാത്തിലും അല്ലേ? അല്ല, ഇതൊക്കെ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും, പിന്നെ ഫ്രൂട്ട് ആൻഡ് ബ്ലാക്ക് കറന്റ്. പക്ഷെ വേറെ പേരാ, കണ്ട ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് പോലും. ഇത് പിസ്റ്റാഷ്യോ. മാംഗോ ഇറ്റാലിയൻ ഫീസ്റ്റ, ബട്ടർ സ്കോച്ച്, ആൽമണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് കറന്റ് ഐസ്ക്രീം. എന്താ എന്ത്? എല്ലാവരും അങ്ങനെ വിശന്ന് വലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലൊരു ഫുഡ് സ്പോട്ട് നോക്കി നടക്കുകയാണ്. അങ്ങനെ അപ്പോഴാണ് ഇത് കണ്ണിപ്പെട്ടത്. ഇപ്പം ഏകദേശം 12:45 ആവാറായി. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി ഗൈസ്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പം മെനു ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ചിക്കൻ ബിരിയാണി മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി വാങ്ങാൻ തീരുമാനിച്ചു ഗൈസ്. സോൾട്ടും ഒരെണ്ണം പെപ്പറും അല്ലേ? It's made of wood. Yes. Yeah. It's made of wood. Yes. I know. This is tissue paper. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. എത്തിയിട്ടില്ല, ചേച്ചിക്കൊരു 7 months ആയിട്ടുള്ളൂ അല്ലേ? ആ, അതെ. പക്ഷെ 3rd trimester എത്തിയിട്ടില്ല, 2nd trimester. OBG പഠിച്ചതിന് പോലെ ഗുണമുണ്ട്. ജിന്ദി മാമിൻ്റെ കഴിവ്. ഫൈനലി കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്ത് തരുവാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നല്ല ചൂട് പറക്കുന്ന ചിക്കൻ ബിരിയാണി ആയിരുന്നു.
ഫുഡ് കിട്ടിയതേ റൂബി അറിയുമ്പേ അപ്പോഴേ അറ്റാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആരെയും നോക്കാനൊന്നും സമയമില്ല. ഇതെന്താ നമിത? ഇത് കൊണ്ടുവന്നപ്പോ ഒരാൾ ചോദിക്കുക ഇതെന്താ നാരങ്ങ വെള്ളമാണോ കുടിക്കാനുള്ളതാണോ എന്നൊക്കെ. ആരും കൈ കഴുകുന്നില്ല. എടാ നീ കൈ കഴുകുന്നില്ലേ? ഹായ്. ആ മറ്റേ സാധനം എനിക്ക് മനസ്സിലായി. മറ്റേ കൽക്കണ്ട ജീരകം കൽക്കണ്ട കൂടെ ഉള്ള സാധനം. ഇത് പാൻപരാഗിന്റെ പടമൊന്ന് പൊട്ടിക്കടി വണ്ടി. ബാക്കിൽ എഴുതിയിരിക്കുന്നത് നോക്ക്. ഇത് മറ്റേ ജീരകവും ഇതും കൂടി. നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ കവറിലൊന്നും തരത്തില്ല, നമ്മൾ അവിടെ പോയിട്ട് തിന്നണം. പക്ഷെ ഇത് നമുക്ക് ഇത് കവറിലൊക്കെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ പ്ലേസൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗെയിമിംഗ് സെക്ഷൻ. ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഗെയിംസ് ഉണ്ട്, പക്ഷേ പൈസ കൊടുക്കണം. സോ ഞങ്ങൾ കണ്ടിട്ട് അതുപോലെ തിരിച്ചിറങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പോവാണ്. ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി. ഇതോ ഗൈസ് കണ്ടോ 3D. അതിന്റെ പേരൊന്നും പോലും അറിയത്തില്ല. അതെ, എന്താ അതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ കൊള്ളാം. ഇത് ഗെയിമാ കൊടുക്കണ്ടായിരുന്നു. റേറ്റൊക്കെ കുറവായിരുന്നെങ്കിലൊക്കെ കയറായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞതും ഞാൻ അതുമാരെ എങ്ങോട്ടായി പോകുന്നത് ആണു നമിത അപ്പോഴേ അതിനകത്തോട്ട് ചാടി കയറുവാണ്. അത് മറ്റു വെടിയിക്കുന്ന സംഭവം. നമിത ആരും കാണാതെ അതിലോട്ട് കയറാൻ പോയി ഗൈസ്. ബട്ട് അവിടെ കയറരുതെന്ന് ഒരു ആൻറ്റി പറഞ്ഞു. അപ്പോൾ ആൻറ്റിയോട് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ അലൗഡ് അല്ലാന്ന്. എനിക്കൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ലാന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കാണ്. ഇവർക്കൊന്നും ഇതിൽ കയറാനും പറ്റത്തില്ല. ചുമ്മാ ഞങ്ങളെല്ലാവരും എല്ലാം കണ്ടിങ്ങനെ നടക്കുവാണ്. വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ പോകാം. ഹായ്, നല്ല രസമുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ഗെയിംസ് ഒക്കെ ഉണ്ട്. പക്ഷെ വീഡിയോ ഗെയിംസൊക്കെ ഞങ്ങൾ കളിച്ചൊന്നുമില്ല, ചുമ്മാ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാണ്. പിന്നെ ഇവിടെ ഒരുപാട് വീഡിയോ ഗെയിംസ് ഉണ്ട്. പിന്നെ കണ്ടോ കാർ റേസിങ്, ബൈക്ക് റേസിങ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ പിള്ളേരൊക്കെ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. കുട്ടികൾ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ആ കാർ ഉണ്ടോ ഗൈസ്, നല്ല രസമുണ്ട്. പക്ഷെ ഇത് കയറണമെന്നുണ്ട്. നല്ല റേറ്റ് ആയതുകൊണ്ട് കയറിയില്ല. ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ച് ഇതിലാണ് പേരൻസും കുട്ടികളും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നത് കണ്ടത്. ബാക്കിയെല്ലാം കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ റേസിങ് ഗെയിംസ് ഒക്കെ കണ്ടോ, കാർ റേസിംഗ് ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും എന്താ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഇവിടെ ഒരു റോബോട്ട് പോലത്തെ സാധനം, റോബോട്ട് തന്നെ ആണു അതിനെ തൊട്ട് കണ്ണിലൊക്കെ കുത്തിയൊക്കെ നോക്കുന്നു.
ഞങ്ങളിപ്പോൾ ഗെയിം സെക്ഷനിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ അല്ലേ, സിനിമ കാണാൻ പോയാലോ? ഇവിടുത്തെ തിയേറ്ററാണ്. സംതിങ് അവിടെ സംഭവങ്ങൾ ഫുഡൊക്കെ വെച്ചാണ് അറേഞ്ച് ചെയ്യുന്നത്. കുറേ ഡെസേർട്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ നോക്കിയാൽ കാണാം. ഫാമിലി ലണ്ടൻ ഫൈനസ്റ്റ് ടോയ് ഷോപ്പ്. ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ബാൻഡിയ ഫർണിച്ചേഴ്സ്. തവള. കുറേ ചെറി ബിയാസ് ഒക്കെ ഉണ്ട്. ഹായ് യൂണിക്കോൺ. ആ ടോയ് ഷോപ്പിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം മുകളിലത്തെ ഫ്ലോറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തെലൂസിൻ്റെ ഏതോ മാരേജ് ഫംഗ്ഷന്. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 വെഡ്ഡിങ് ഹോൾസ് ഉണ്ട്. ഇപ്പോൾ രണ്ട് വെഡ്ഡിങ് എന്തോ റിസപ്ഷൻ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ദാ ഇവരിവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ഒരു വാഴ അടുത്ത വാഴയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടോപ്പ് ഫ്ലോറ്. ഇവിടെ ഫുൾ മിറേഴ്സ് ആണ് ഗൈസ്. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഐസ്ക്രീം കഴിക്കുകയാണ്. 2 ഫ്ലേവേഴ്സ് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ മാളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ച് നമുക്ക് പോവാം. സമയമായി. 4 മണിക്ക് മുമ്പേ കയറണം, അല്ലെങ്കിൽ മാം ഭയങ്കര സീനാ. അപ്പോൾ ഇതുവഴിയല്ലേ അതുവഴി പോവാ. എവിടെ മിററ്? ഈ മിററോ? നക്കാതെങ്ങനെ നക്കുന്ന അങ്ങ്. ഇത്രയും വലിയ മോളിൽ നിന്ന് കയറി ഇത്ര ചെറിയ ഷോപ്പിൽ ഷോപ്പിംഗ് നടത്തുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഏതോ എടി എത്ര അടി മാലിക്കൊക്കെ കൊള്ളാലോ. മോളിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് 2:30 അങ്ങനെ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഹൈദരാബാദ് IIT ആണ്. ഇത് ഞങ്ങളുടെ കോളേജിൽ കുറച്ചടുത്താണ്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. 4 മണിക്ക് മുന്നേ കയറണം, അല്ലെങ്കിൽ വാടകം സീനാണ്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി ഇപ്പം വേറെ ഓട്ടോയിൽ കയറി പോവാണ് 4 മണിക്ക് മുന്നേ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 4:10 പിന്നെ സെക്യൂരിറ്റിയുടെ കയ്യും കാലും പിടിക്കുകയാണ്. അവർ ആദ്യം പറഞ്ഞു 4 മണി കഴിഞ്ഞ് കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ. പിന്നെ ഞങ്ങളെ കയ്യും കാലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവ സമ്മതിച്ച് അങ്ങനെ ഞങ്ങളകത്ത് കയറി.
വലിയ വാചകവാടിയായിരുന്നു. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എഴുതി ആ കൊടയുടെ വെള്ളം കൂടെ എന്റെ ദേഹത്തോട്ടെ സത്യം. ഞാൻ പറയുന്നത് നമുക്ക് ഓടിപ്പോയാലോ. വെച്ച് മാന്തി. ഒരു കൊടയില് 4 പേര് ഗൈസ്. ആ ശരിയാ, രാവിലെ ഒന്നും മഴ പെയ്തില്ല. ഇന്ന് രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയപ്പോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കേറുന്ന സമയം മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അതെന്തായാലും നന്നായി. അതിന്റെ ഫോൺ ഇപ്പൊ ഭണ്ഡാരം. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്താറായി ഗൈസ്. ആണോ ബി എന്താ മഴയത്ത് അടി ഉണ്ടാക്കി പോവാണ് ഗൈസ്. ഞങ്ങൾ 4 പേര് കൂടെ പോവായിരുന്നു. പിന്നെ നടക്കാൻ പറ്റാത്തോണ്ട് ഇപ്പൊ കേറി വന്നിരിക്കുന്നു. അതെ, അങ്ങനെ സത്യങ്ങൾ പറ. പക്ഷെ ഞാൻ നിന്നെ എടുക്കുവല്ലേ. ഒരു സാധനം എടുക്കാതെ വന്നേക്കുന്ന എല്ലാണോ വെറും കൈയോടെ. എന്നിട്ട് അവസാനം മഴ. എന്ത് മഴ നനച്ചോ? അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് കയറാൻ പോവാണ്. കണ്ടില്ലേ, ഹോസ്റ്റലിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.